ഹായ്. വർഷോ കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ഫസ്റ്റ് ഇയറിലെ 6ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ പറ്റി. അപ്പോൾ അതിലെ അടുത്ത ലെസണാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ലിനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫർണസ് ടെമ്പറേച്ചറുകൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ്, അവയുടെ പേരുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്, പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ലെസണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി ഇവിടെ നമ്മൾ പറയാനുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് ലിനിയർ എക്സ്പാൻഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ലിനിയർ എക്സ്പാൻഷൻ എന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഘടകം അല്ലെങ്കിൽ ഗുണകം എന്നാണ് അതിന് അർത്ഥം. എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ്, നമ്മൾ ഖരവസ്തുക്കൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ഏതൊരു വസ്തുവിലേക്കും ഹീറ്റ് നൽകി കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി വർദ്ധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹീറ്റ് എന്ന് പറയുന്ന ഒരു എനർജി രൂപമാണ്, ഒരു ഊർജ്ജ രൂപമാണ്. ആ ഊർജ്ജ രൂപം ഒരു വസ്തുവിലേക്ക് നൽകി കഴിഞ്ഞാൽ ആ വസ്തു ആ ഊർജ്ജ രൂപത്തിനെ സ്വീകരിക്കുകയും അതിൻ്റെ ഊർജത്തിൻ്റെ അളവ്, അതായത് ഇൻറ്റേർണൽ എനർജി, ആ വസ്തുവിലുള്ള എനർജിയുടെ അളവ് കൂടുകയും ചെയ്യും. കാരണം നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഉള്ളത് കൊണ്ട് എനർജിയെ നമുക്ക് കളയാനോ നശിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് നമ്മളൊരു വസ്തുവിലേക്ക് എനർജി നൽകി കഴിഞ്ഞാൽ ആ വസ്തുവിലുള്ള എനർജിയുടെ അളവ് കൂടും. അപ്പോൾ ഒരു വസ്തുവിലേക്ക് എനർജിയുടെ അളവാണ് കൂടുന്നത്, സ്വാഭാവികമായിട്ടും ആ വസ്തുവിലേക്ക് ആ എനർജി ഉൾക്കൊള്ളിക്കണം. അപ്പോൾ നമ്മൾ ഹീറ്റ് ഒരു എനർജി രൂപമാണ്. നമ്മളൊരു വസ്തുവിലേക്ക് ഈ ഹീറ്റ് എനർജി നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വസ്തുവിനൊരു എക്സ്പാൻഷൻ ഉണ്ടാകും, അതായത് ഒരു വലുതാകൽ ഉണ്ടാകും. വസ്തു എക്സ്പാൻഷന് വേണ്ടിയിട്ട് ശ്രമിക്കും. ചില വസ്തുക്കൾ വളരെ കൂടുതലായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യും, ചിലത് വളരെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും, ചിലത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ എക്സ്പാൻഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഓരോ വസ്തുക്കളുടെയും ഘടനയ്ക്കനുസരിച്ച്, സ്ട്രക്ചറിനനുസരിച്ച് ഈ ഹീറ്റ് നമ്മൾ ഒരേ അളവിലാണ് നൽകുന്നത് എങ്കിലും വ്യത്യസ്ത അളവിൽ അത് എക്സ്പാൻഡ് ചെയ്യാം. വ്യത്യസ്ത വസ്തുക്കൾ വ്യത്യസ്ത എമൗണ്ടിൽ ഹീറ്റിനെ അബ്സോർവ് ചെയ്ത് അത് എക്സ്പാൻഡ് ചെയ്യും. ഇതിനാണ് നമ്മൾ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. അതായത് സോളിഡ് വസ്തുക്കൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത്, അല്ലെങ്കിൽ ആ വസ്തുവിലേക്ക് ഹീറ്റ് എനർജി ധാരാളമായിട്ട് നൽകി കഴിഞ്ഞാൽ ആ വസ്തുവിനകത്തുള്ള ഹീറ്റ് എനർജിയുടെ അളവ് കൂടുകയും ആ വസ്തു എക്സ്പാൻഡ് ചെയ്യുകയും വലുതാവുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എക്സ്പാൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ പറയുന്നത് സോളിഡുകളുടെ എക്സ്പാൻഷൻ, ഖരവസ്തുക്കളുടെ എക്സ്പാൻഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഉദാഹരണത്തിന് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഹീറ്റ് മൂലം എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റെയിൽവേ ട്രാക്കിലെ ഒരു റെയിലാണ് കാണിച്ചിട്ടുള്ളത്. റെയിൽവേ ട്രാക്കിലെ ഒരു റെയിലാണ് കാണിച്ചിട്ടുള്ളത്, ഒരു പാളമാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു ജോയിൻ്റ് ആണ് വരുന്നത്. ഇപ്പോൾ രണ്ട് റെയിൽ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ജോയിൻ ചെയ്യുമ്പം മുട്ടിച്ചു വെച്ചല്ല ജോയിൻ ചെയ്തിട്ടുള്ളത്, പകരം ഈ രണ്ട് റെയിലുകളുടെയും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ റെയിൽവേ ലൈന് ചൂടാകുമ്പം, മെറ്റലാണ്, നല്ല രീതിയിൽ വെയിലൊക്കെ അടിച്ച് അല്ലെങ്കിൽ ട്രെയിന് പോയി കഴിഞ്ഞ് നല്ല രീതിയിൽ ചൂടായി കഴിയുമ്പം ഇത് എക്സ്പാൻഡ് ചെയ്യും. മെറ്റലാണത് എക്സ്പാൻഡ് ചെയ്യും, ലൈറ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യും, വലുതാകുമ്പം ആ എക്സ്പാൻഷനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്, ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാളം വളഞ്ഞു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്, റെയിൽ വളഞ്ഞു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ജോയിൻറ്റിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പാൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിൽ നമുക്ക് ഈ എക്സ്പാൻഷനെ പറയാം. ലിനിയർ എക്സ്പാൻഷൻ, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ആൻഡ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് നമുക്ക് ഈ സോളിഡുകളുടെ എക്സ്പാൻഷനെ പറയാനായിട്ട് സാധിക്കും. ലിനിയർ എക്സ്പാൻഷൻ, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ആൻഡ്
ക്യൂബിക്കൽ എക്സ്പാൻഷൻ. നമുക്ക് ലീനിയർ എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കാം. ലീനിയർ എക്സ്പാൻഷൻ, നമ്മളൊരു വസ്തുവിലേക്ക്, നിശ്ചിത നീളമുള്ള വസ്തുവിലേക്ക് ഹീറ്റ് എനർജി നൽകി ആ വസ്തു ആ ഹീറ്റ് എനർജിയെ അബ്സോർവ് ചെയ്ത് അതിൻ്റെ നീളം വർദ്ധിക്കുന്നുവെങ്കിൽ, ഒരു വസ്തുവിലേക്ക് ഹീറ്റ് എനർജി നൽകി ആ വസ്തു ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ആ വസ്തുവിൻ്റെ നീളം വർദ്ധിക്കുന്നുവെങ്കിൽ നമുക്ക് ആ എക്സ്പാൻഷനെ ലിനിയർ എക്സ്പാൻഷൻ എന്ന് പറയാം. ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, നീളം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പാൻഷനെ ലിനിയർ എക്സ്പാൻഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ലിനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളിലും ഒരുപോലെ ആയിരിക്കില്ല. മെറ്റീരിയലിനനുസരിച്ച്, അതായത് ഒറിജിനൽ ലെങ്ത്തിനനുസരിച്ച് ഈ ടെമ്പറേച്ചർ ചേഞ്ച് എത്രത്തോളമാണ് വരുന്നത്. അപ്പം വലിയ ടെമ്പറേച്ചർ ചേഞ്ച് ആണെങ്കിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും, ചെറിയ ടെമ്പറേച്ചർ ചേഞ്ച് ആണെങ്കിൽ ഒരുപക്ഷെ എക്സ്പാൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ എക്സ്പാൻഷൻ നെഗ്ലിജിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മെറ്റീരിയൽ, അപ്പോൾ മെറ്റൽ, ലോഹമാണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന അത്രയും ഒരുപക്ഷെ കോൺക്രീറ്റ് എക്സ്പാൻഡ് ചെയ്യില്ല. അപ്പോൾ മെറ്റീരിയലിനനുസരിച്ചും അതുപോലെ തന്നെ ഒറിജിനൽ ലെങ്ത്തിനനുസരിച്ചും അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ലീനിയർ എക്സ്പാൻഷൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിന്, ഹീറ്റ് അബ്സോർബ് ചെയ്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചിത്രത്തിലൊരു റെയിൽ പാളം കാണിച്ചിട്ടുണ്ട്. റെയിൽ പാളം വളഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം. ഈ വളഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹീറ്റ് തട്ടിയിട്ട്, വളരെയധികം വെയിൽ തട്ടിയിട്ട് അത് എക്സ്പാൻഡ് ചെയ്തു. പക്ഷേ ആ എക്സ്പാൻഷനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് അതിന് നീളം വെച്ചു, പക്ഷേ ആ നീളത്തിനെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടത് ആ നീളത്തിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അത് സ്വയം വളഞ്ഞു കൊടുത്തു. അങ്ങനെയാണിത് റെയിൽപാളം വളഞ്ഞു കിടക്കുന്നത്. ഹീറ്റ് എക്സ്പാൻഷൻ്റെ ഫലമായിട്ടാണ് ഈ റെയിൽപാളം വളഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ലെങ്ത്തിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ലെങ്ത്തിനെ അബ്സോർവ് ചെയ്യാൻ, അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലമില്ലാതിരുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വളഞ്ഞു കൊടുത്തുകൊണ്ട് ഇതാ എക്സ്പാൻഷനെ അബ്സോർവ് ചെയ്തു, അക്കോമഡേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനാണ് നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ഇനി വരുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഘടകം അല്ലെങ്കിൽ ഗുണകം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, അതായത് ഒരു നിശ്ചിത ലെങ്ത് ഉള്ള ഒരു വസ്തുവിൽ ഓരോ ഡിഗ്രി ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്തിന് എത്ര വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. നിശ്ചിത നീളമുള്ള ഒരു വസ്തു, അതായത് ഒറിജിനൽ ലെങ്ത്, നിശ്ചിത നീളമുള്ള ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുമ്പോഴും അതിൻ്റെ ലെങ്ത്തിന് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട്. അതിനാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ദി കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് പെർ യൂണിറ്റ് ഒറിജിനൽ ലെങ്ത് പെർ ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. അതായത് നിശ്ചിത നീളത്തിൽ ഓരോ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാകുമ്പോഴും അതിൻ്റെ നീളത്തിൽ എത്രത്തോളം മാറ്റം വരുന്നു. അതിനാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അത് സൂചിപ്പിക്കുന്നത് ആൽഫ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനെ ആൽഫ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ലെങ്ത് ഓഫ് സോളിഡ് അറ്റ് T1 ഡിഗ്രി സെൽഷ്യസ്, അതായത് ടെമ്പറേച്ചർ നോർമൽ കണ്ടീഷൻ ഉള്ളപ്പോൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ടെമ്പറേച്ചർ T1 ഡിഗ്രി സെൽഷ്യസ്. ആ T1 ഡിഗ്രി സെൽഷ്യസിലുള്ള ലെങ്ത് L1. ഹീറ്റ് നൽകി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, അത് T2 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ലെങ്ത്തിന് മാറ്റം വന്നു, L2 ലെങ്ത്തിലേക്ക് മാറി. അപ്പം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിലുണ്ടായ വ്യത്യാസം, അവസാനത്തെ ടെമ്പറേച്ചർ മൈനസ് ആദ്യത്തെ ടെമ്പറേച്ചർ T2 മൈനസ് T1 ഡിഗ്രി സെൽഷ്യസ് എത്രയാണോ കിട്ടുന്നത്. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ലെങ്ത്, ലെങ്ത്തിലുണ്ടായ മാറ്റം L2 മൈനസ് L1. ഈ ടെമ്പറേച്ചർ T2യിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ലെങ്ത് മൈനസ് ടെമ്പറേച്ചർ T1-ലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ലെങ്ത്. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ്റെ ബേസിക് എന്ന് പറയുന്നത്. അതിനൊരു ഇക്വേഷൻ കൂടിയുണ്ട്, ആൽഫ ഈക്വൽ ടു, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ് ആൽഫ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ചേഞ്ച് ഇൻ ലെങ്ത്, ലെങ്ത്തിലുണ്ടായ മാറ്റം. L1 നിന്നും L2-ലേക്കാണ് ലെങ്ത് മാറിയത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് L2 മൈനസ്
L1. അപ്പോൾ L2 വലുതായി എന്നുള്ള L2 ആണ് വലുത് എന്നുള്ള കണ്ടീഷനിലാണ്. ചേഞ്ച് ഇൻ ലെങ്ത്. ഇനി L1 ആണ് വലുതെങ്കിൽ L1 മൈനസ് L2 എന്ന് എഴുതും. അതായത് ചേഞ്ച് ഇൻ ലെങ്ത്, ലെങ്ത്തിലുണ്ടായ മാറ്റം ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിലുണ്ടായ മാറ്റം. T1ൽ നിന്ന് T2ലേക്ക് കൂടി. അപ്പോൾ T2 ആണ് വലുതെങ്കിൽ T2 മൈനസ് T1 എന്ന് എഴുതും. അതാണ് ആൽഫ അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ആദ്യം പറഞ്ഞത് ലീനിയർ എക്സ്പാൻഷൻ ആണ്, രണ്ടാമത്തത് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഒരു സോളിഡ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഏരിയയാണ്, വിസ്തീർണമാണ് കൂടുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മെറ്റൽ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ, മെറ്റൽ ഷീറ്റ് അല്ലെങ്കിൽ തകിട്, ആ തകിടിനെ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിസ്തീർണമാണ് വർദ്ധിക്കുന്നത്. വിസ്തീർണം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളവും വീതിയും വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ വിസ്തീർണം വർദ്ധിക്കുന്നത്. നീളവും വീതിയും വർദ്ധിക്കുന്നു, അതിൻ്റെ വിസ്തീർണം വർദ്ധിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഏരിയ ഹീറ്റ് ചെയ്യുമ്പോൾ ഏരിയ വർദ്ധിക്കുന്നുവെങ്കിൽ ആ ഒരു എക്സ്പാൻഷനെ നമുക്ക് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയാം. ഈ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷനെ നമുക്ക് ബീറ്റ എന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ബീറ്റ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇത് ലീനിയർ എക്സ്പാൻഷൻ്റെ ഇരട്ടി ആയിരിക്കും. ലീനിയർ എക്സ്പാൻഷൻ്റെ ഇരട്ടി ആയിരിക്കും. അതായത് കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ഈക്വൽ ടു 2 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ്റെ ഇരട്ടി. അതായത് ഒറിജിനൽ ഏരിയയിൽ, ഒരു വസ്തുവിൻ്റെ നിശ്ചിത ഏരിയയുള്ള വസ്തുവിൽ ഓരോ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉയർത്തുമ്പോഴും അതിൻ്റെ ഏരിയയ്ക്ക് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട്. അതാണ് കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതായത് നിശ്ചിത ഏരിയയുള്ള വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി ഉയർത്തുമ്പോഴും അതിൻ്റെ ഏരിയയ്ക്ക് ഉണ്ടാവുന്ന വ്യത്യാസം, അത് ലീനിയർ എക്സ്പാൻഷൻ്റെ ഇരട്ടി ആയിരിക്കും. ബീറ്റ ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ. മറ്റൊന്നാണ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഈ ക്യൂബിക്കൽ എക്സ്പാൻഷനിൽ ഒരു വസ്തുവിൻ്റെ വോളിയം, വ്യാപ്തമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഒരു വസ്തുവിലേക്ക് ഹീറ്റ് കൊടുത്തു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിച്ചു, വസ്തുവിൻ്റെ വ്യാപ്തം കൂടിയെങ്കിൽ അവിടെ നീളവും വീതിയും അതിനോടുകൂടി ഉയരവും കൂടി വർദ്ധിക്കുന്നു. നീളവും വീതിയും ഉയരവും കൂടി വർദ്ധിക്കുന്നു. അപ്പോൾ വ്യാപ്തത്തിനാണ് വ്യത്യാസം വരുന്നത് എങ്കിൽ നമുക്കതിനെ ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ലീനിയർ എക്സ്പാൻഷനിൽ ലെങ്ത് വർദ്ധിക്കുന്നു, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷനിൽ ഏരിയ വർദ്ധിക്കുന്നു, ക്യൂബിക്കൽ എക്സ്പാൻഷനിൽ വോളിയം വർദ്ധിക്കുന്നു. അപ്പോൾ ടെമ്പറേച്ചർ, ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹീറ്റ് കൊടുക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, അത് നമുക്ക് ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ, അതായത് നിശ്ചിത വോളിയമുള്ള വസ്തുവിലേക്ക് ഓരോ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉയർത്തുമ്പോഴും അതിൻ്റെ വ്യാപ്തത്തിന് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട്. അതിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നിശ്ചിത വ്യാപ്തമുള്ള വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി ഉയർത്തുമ്പോഴും അതിൻ്റെ വ്യാപ്തത്തിന് വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഈ കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഗാമ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് ലീനിയർ എക്സ്പാൻഷൻ്റെ 3 ഇരട്ടി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ 3 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ. 2 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എയർ നിറച്ചിട്ടുള്ള ബലൂണ് വെയിൽ കൊണ്ട് ആ എയറിൻ്റെ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ബലൂണിൻ്റെ വലുപ്പം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു ക്യൂബിക്കൽ എക്സ്പാൻഷൻ ആണ്, വോളിയമാണ് വർദ്ധിക്കുന്നത്. ഇതിൻ്റെ 2 റിലേറ്റഡ് പ്രോബ്ലംസ് കൂടി പറയാം. ഈ ലീനിയർ എക്സ്പാൻഷൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ്, ലീനിയർ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ വെച്ച് ആ ലീനിയർ എക്സ്പാൻഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ ഈക്വൽ ടു L2 മൈനസ് L1, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ L1 ഇൻറ്റു T2 മൈനസ് T1, ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഈ ലീനിയർ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക. ഇഫ്
8 meter long metal rod is heated from 30 degrees Celsius to 80 degree Celsius so that it may produce an elongation of 0.84 millimeter. അതായത് 8 മീറ്റർ നീളമുള്ള ഒരു മെറ്റൽ റോഡ് 8 മീറ്റർ നീളമുള്ള ഒരു മെറ്റൽ റോഡ് ഉണ്ട്. അതിൻ്റെ ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. 30 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ ടെമ്പറേച്ചർ 30-ൽ നിന്നും 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റും. അതായത് അതിനെ ചൂടാക്കി, നല്ലപോലെ ചൂടാക്കി, ഹീറ്റ് എനർജി കൊടുത്തു. അത് 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറി. അങ്ങനെ വരുമ്പം അതിൻ്റെ ലെങ്ത് വർദ്ധിച്ചു. അതായത് ലിനിയർ എക്സ്പാൻഷൻ നടന്നു. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 0.84 മില്ലിമീറ്റർ, 0.84 മില്ലിമീറ്റർ അതിൻ്റെ നീളം വർദ്ധിച്ചു. നീളം വർദ്ധിച്ചിട്ടുണ്ട്. വർധന വളരെയധികം കുറവാണെങ്കിലും നീളം വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് ഇക്വേഷൻ. ചേഞ്ച് ഇൻ ലെങ്ത്തിനുണ്ടായ മാറ്റം ഇവിടെ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 0.84 മില്ലിമീറ്റർ. നീളത്തിനുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 0.84 എന്ന് നേരിട്ട് തന്നിട്ടുണ്ട്. 84 മില്ലിമീറ്റർ നേരിട്ട് തന്നിട്ടുണ്ട്. ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ട് 8 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനുണ്ടായ മാറ്റം അതും തന്നിട്ടുണ്ട്. 30 ഡിഗ്രിയിൽ നിന്നും 80 ഡിഗ്രിയിലേക്ക്. അപ്പോൾ 80 മൈനസ് 30 50 ഡിഗ്രി. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത്തിലുണ്ടായ മാറ്റം. അത് ഇൻക്രീസിങ് ആണ്, അതുകൊണ്ടാണ് ഇൻക്രീസ്ഡ് ലെങ്ത് എന്ന് എഴുതിയത്. ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത്, അതായത് ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിലുണ്ടായ മാറ്റം. ഇൻക്രീസ് ഇൻ ലെങ്ത് 0.84 ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത്, അത് മില്ലിമീറ്ററിലേക്ക് മാറ്റി. കാരണം ഇൻക്രീസ് ഇൻ ലെങ്ത് മില്ലിമീറ്ററിലായിരുന്നു, അതുകൊണ്ട് ഇനീഷ്യൽ ലെങ്ത് 8 മീറ്റർ എന്നുള്ളതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റി. 8000 മീറ്റർ ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ 80 മൈനസ് 30 50 ഈക്വൽ ടു 0.84 ഡിവൈഡ് ബൈ 4 ലാക്ക്. 0.84 ഡിവൈഡ് ബൈ 4 ലാക്ക്. അത് നമ്മൾ ഇങ്ങനെ എഴുതി 2.1 ഇൻറ്റു 10⁻⁻6 പെർ ഡിഗ്രി സെൽഷ്യസ്. ഓരോ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉയരും തോറും 2.1 ഇൻറ്റു 10⁻⁻6 മില്ലിമീറ്റർ വ്യത്യാസം വരുന്നുണ്ടായിരുന്നു. ഇത്രയും നീളമുള്ള വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 30-ൽ നിന്നും 80 ഡിഗ്രിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ. ഒരു സെയിം പ്രോബ്ലം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്, നമ്മൾ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ചോദ്യം എങ്ങനെയാണ്: ഇഫ് അയൺ ബ്രിഡ്ജ് ഈസ് 100 മീറ്റർ ലോങ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഒരു ഇരുമ്പ് പാലമുണ്ട്, ഒരു അയൺ ബ്രിഡ്ജ്. അത് 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ 100 മീറ്റർ നീളമാണുള്ളത്. 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ 100 മീറ്റർ നീളമാണ് ഉള്ളത്. വാട്ട് വിൽ ബി ദി ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ഇഫ് ദി ടെമ്പറേച്ചർ ഈസ് 40 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പം ഈ അയൺ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? തീർച്ചയായിട്ടും നമുക്കറിയാം 0-ൽ നിന്ന് 40-ലേക്ക് മാറി കഴിയുമ്പം ടെമ്പറേച്ചർ കൂടി, തീർച്ചയായിട്ടും അതിൻ്റെ ലെങ്ത് വർദ്ധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ 12 ഇൻറ്റു 10⁻⁻6 പെർ ഡിഗ്രി. ഓരോ ഡിഗ്രിക്കും 12 ഇൻറ്റു 10⁻6 10⁻⁻6 ആണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ: ഇനീഷ്യൽ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ നീളം 100 മീറ്റർ. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ 40 മൈനസ് 0, 0-ൽ നിന്ന് 40-ലേക്ക് ആകുമ്പോൾ, അപ്പോൾ 40-ഉം 0-ഉം തമ്മിലുള്ള വ്യത്യാസം 40 ഡിഗ്രി സെൽഷ്യസ്. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ 12 ഇൻറ്റു 10⁻⁻6. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ്: കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത് ഇൻറ്റു ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര നീളം ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 100 മീറ്ററിനോട് കൂടി എക്സ്പാൻഷനും കൂടി കൂട്ടിയത് ആണ് ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത്. എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഇൻക്രീസ് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ലെങ്ത്തിനുണ്ടായ മാറ്റം അത് നമുക്ക് ഒറിജിനൽ ലെങ്ത് ആയിട്ടുള്ള 100-നോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ള മൊത്തം നീളം നമുക്ക് ലഭിക്കും. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്
ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ് നമുക്കറിയാത്തത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. കോവിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ 12 × 10⁻⁶ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത് 100 മീറ്റർ 100 ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ 40 40 - 0 40. അപ്പോൾ ഇൻക്രീസ് ഇൻ ലെങ്ത് ഈക്വൽ ടു നമ്മൾ 100 × 40നെ 12 × 10⁻⁻ കൂടെ കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ കൂടെ വരും 12 ഡിവൈഡഡ് ബൈ 10⁻⁻6 എന്ന് പറഞ്ഞാൽ ബൈ 1 കഴിഞ്ഞിട്ട് 6 പൂജ്യമുള്ള നമ്പർ 10 ലക്ഷം. 12 ഡിവൈഡ് ബൈ 10 ലക്ഷം എന്ന് കിട്ടും. അതാണ് 10⁻6 മുകളിലേക്ക് പോകുമ്പോൾ 10⁻⁻6 ആയിട്ട് മാറി. ഇൻറ്റു 100 ഇൻറ്റു 40. അപ്പോൾ ഇതിൽ 3 പൂജ്യം ഇതിൽ 3 പൂജ്യം കൂടി ക്യാൻസൽ ചെയ്തു. ബാക്കി 4 × 12 48 ഡിവൈഡ് ബൈ 1000. 48 ഡിവൈഡ് ബൈ 1000 0.048 മീറ്റർ എന്ന് കിട്ടും ഇൻക്രീസ് ഇൻ ലെങ്ത്. അപ്പോൾ നീളത്തിലുണ്ടായ മാറ്റം ഇത്രയുമാണ്. നീളം കൂടിയത് 0.048 മീറ്റർ ആണ്. നീളത്തിൽ വർധനവുണ്ടായത്. നമ്മളോട് ചോദിച്ചത് ടോട്ടൽ നീളമാണ്. അപ്പോൾ ഒറിജിനൽ നീളം 100 ഉണ്ടായിരുന്നു, വർധനവ് 0.048 ആണ്. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 100.048 മീറ്റർ നീളം ഉണ്ടായിരിക്കും. അപ്പം ബ്രിഡ്ജിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പം 100-ൽ നിന്നും 100.048 മീറ്ററിലേക്ക് അതിൻ്റെ നീളം വർദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലീനിയർ എക്സ്പാൻഷൻ്റെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്.